നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പറയാം, കേരളത്തിലെ അതുല്യനായ ഒരു കലാകാരൻ, ശാസ്ത്രീയ സംഗീതത്തിൽ അതിവിദഗ്ധനായ ഒരു കലാകാരന്റെ മുന്നിലാണ്. മങ്കുഴി അജിത് സാർ. സാർ നമസ്കാരം. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈയിടക്ക് മധുമുണ്ടകം അറിയാമോ? അദ്ദേഹമാണ് ഇപ്പൊ സാറിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. സാറിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാന് പിന്നെ ചെറുപ്പം മുതലേ പാടുമായിരുന്നു. അങ്ങനെ കൂടുതൽ അച്ഛനാണ് എന്നെ കൂടെ അതിന്റെ നിർബന്ധിച്ച് പിന്നെ വളരെ പ്രയാസപ്പെട്ട് എന്നെ ഈ അത്രയൊക്കെ ആക്കി ഈ സ്റ്റേജിൽ വരെ എത്തിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാദത്തിന് ഞാൻ നമസ്കരിച്ചുകൊണ്ടേ പറയുള്ളൂ. ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മ്യൂസിക് കോളേജ് സ്വാതിരുനാഥ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായി. അത് കഴിഞ്ഞ് പാലക്കാട് ഗവൺമെന്റ് മ്യൂസിക് കോളേജ് ചെമ്പൈ സ്മാരക സംഗീത കോളേജ് ഗാനപ്രവീണ ക്ലാസ്സോടുകൂടി പാസ്സായി. പിന്നെ സംഗീത പ്രോഗ്രാമൊക്കെ നടത്തി വരുന്ന സമയത്ത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കോരുത്തോട് മുണ്ടക്കയത്തിനടുത്ത് കോരുത്തോട് CKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. വളരെ സ്പോർട്സിനൊക്കെ വളരെ ഫേമസ് ആയിട്ട് സ്കൂളായിരുന്നു. ആ സ്കൂളിൽ 88 സർവീസ് കയറി, സംഗീതാധ്യാപകന്റെ സർവീസ് കയറി. ഇപ്പോഴും പ്രോഗ്രാമിനൊക്കെ വരുമായിരുന്നു. ശനിയും ഞായറൊക്കെ വീട്ടിൽ വന്ന് പ്രോഗ്രാമും ട്യൂഷനൊക്കെ ആയിട്ട് ഉള്ളപ്പോൾ ഇങ്ങനെ വരും. നമ്മൾക്ക് പ്രോഗ്രാമാണ് മെയിൻ. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനായിട്ട് അവധിയൊക്കെ എടുത്ത് വരും. അവധിയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എന്നാലും ശമ്പളം ഇല്ലാത്ത അവധി വരെ എടുത്തൊക്കെ വേണം ഒന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു 33 വർഷക്കാലം ആ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2020 അവിടുന്ന് പെൻഷനായി. സാറേ, ഒരു ക്ലാസിക്കൽ ഒരു 4 വരിയൊന്നും മൂളാവോ? ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീ സരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം. ഈ അടുത്ത ദിവസം കണ്ട് പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ് മധുചേട്ടൻ പറഞ്ഞായിരുന്നു. നാളെ റെക്കോർഡിങ്. അപ്പൊ അത് മധുവിനെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞെങ്കിലും അത് കേട്ടു ഞാൻ കേട്ടെന്ന് തോന്നുന്നു. മധു ഞാൻ കേൾപ്പിച്ചായിരുന്നു. ഒരു 4 പേര് പാടുന്ന കുഴപ്പമില്ല. റെക്കോർഡ് ചെയ്യാൻ ഒരു അയ്യപ്പന്റെ പാട്ടാ. 3 ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ ഒരു അയ്യപ്പന്റെ പാട്ട്. കാസറ്റിന്റെ പേരിലുണ്ടോ? പേര് അവര് പറഞ്ഞിട്ടില്ല. നിർമ്മാതാവ് പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയാ, ആ സമയത്തെ പറയൂ. അപ്പൊ പ്രിയ പ്രേക്ഷകരോട് പറയാം, മിസ്റ്റർ അജിത് മങ്കുഴി മാഷ് സംഗീതം മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന ഒരു ഗാനത്തിന്റെ റെക്കോർഡിങ് നാളെ കഴിഞ്ഞ് നടക്കുകയാണ്. അപ്പം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രിയ പ്രേക്ഷകർ കൊണ്ട് 4 വരി അദ്ദേഹം പാടുകയാണ്. ഒപ്പം തന്നെ ആ കാസറ്റ് അല്ലെ, ആ ആൽബം അല്ലെങ്കിൽ ആ സംഗീതം ചെയ്ത ആ പാട്ട് ഹിറ്റാകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ആ പാട്ടിന്റെ ഒരു 4 വരി കേൾക്കാം. ഓക്കെ. പത്മലോചായ നമോ നമ, ചാരുകേശായ നമോ നമ, മുദ്രഹസ്തായ ധ്യാനരൂപായ ഭൂതിഭൂഷായ നമോ നമ. പത്മലോചായ നമോ നമ, ചാരുകേശായ നമോ നമ, മുദ്രഹസ്തായ ധ്യാനരൂപായ ഭൂതിഭൂഷായ നമോ നമ. മന്ത്രമൂർത്തയെ നമോ നമ, ധർമ്മപാലായ നമോ നമ, വാജിഗമനായ നമോ നമ, ഭക്തരക്ഷായ നമോ നമ. സ്വാമി മന്ത്രമെന്നാവിലൂറണെ, നാമമന്ത്രമൻ മനസ്സിൽ നിറയണെ, പത്മനേത്രങ്ങൾ കരുണ ചൊരിയുന്ന സ്വാമി പാദമെന്ന ഭയമാകുമോ. കലികരപ്പൊരുളേ സ്വാമി അയ്യനയ്യപ്പ. മാഷ ഒരുപാട് സന്തോഷം മാഷിനെ പരിചയപ്പെടാൻ സാധിച്ചില്ല. നിങ്ങളെ ജ്യേഷ്ഠ അനിയനെയൊക്കെ അറിയാം. നിങ്ങളൊക്കെ ഏഷ്യാനെറ്റില് പിന്നെ കോമഡി സ്റ്റാറിലൊക്കെ കത്തി നിന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 പിന്നെ ആൾക്കാർ ചേട്ടന് വേണ്ടി ഇവർ രണ്ടും, മധു പുന്നപ്ര, മനോജ് പുന്നപ്ര. അപ്പൊ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചാലും ഇങ്ങനൊരു
പിന്നെ എനിക്കൊരു അവസരം നിങ്ങളെ പരിചയപ്പെടുത്താനൊരു അവസരം ഉണ്ടാക്കി തന്നത് മാഷിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ഇതിൽ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. എല്ലാം വളരെ സന്തോഷം. അതിന് ഒരു നിമിത്തമായിട്ട് നമ്മുടെ മധു എന്റെ പ്രിയ സുഹൃത്താണ്, എന്റെ അനിയനാണ്. മധു മുണ്ടകത്തിനെ ഈ വേദിയിൽ ഈ സമയത്ത് എന്റെ മനസ്സിൽ അല്ല, വളരെ ഉടനെ അദ്ദേഹത്തിന്റെ പാട്ടും വരുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നാടൻ പാട്ടിന്റെ ഒക്കെ ഒരു കുലപതി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ എന്ന് വെച്ചാല് ആ പ്രായത്തില് അദ്ദേഹത്തിന്റെ ആ പാട്ട് അത് എന്നും ഈ ലോകം ഏറ്റെടുത്തൊരു പാട്ടാ. ഒരു പാട്ട് ലോകം നമ്മുടെ ഇന്ത്യയല്ലേ ലോകം. താരപ്പെണ്ണാളെ എവിടെ പെണ്ണാളെന്ന് പറഞ്ഞാൽ അത് മതി. ഓക്കെ, അപ്പൊ കാണും. ഓക്കെ, താങ്ക് യു.